ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ആൾ ഭയങ്കര വാശിയിലാട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ മോനക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയാണ്. നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ മോൻ്റെ ബർത്ത്ഡേൻ്റെ അതിന് 14th നിന്ന് അപ്പോൾ അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ. പോകുന്ന ടൈമിൽ ആൾക്ക് ഞാനൊരു ഫ്രൂട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ദാഹിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രൂട്ടിയൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ ഷോപ്പിലെത്തി താനൂർക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാമെന്ന് ഇതവണ പാൻറ് എടുക്കണം എന്നാണ് പ്ലാനുള്ളത്. അപ്പോൾ നമ്മൾ പാൻറ് ഉള്ള ഡ്രസ്സൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി. അപ്പോൾ ആൾക്ക് ഷൂ ഇടണം എന്ന് ഡ്രസ്സ് ഇട്ടപ്പോൾ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഷൂ ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നല്ല കമ്പനി ആയിട്ടുണ്ട്, അവർക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട് അവനെ. അപ്പോൾ അവന് എല്ലാ ഡ്രസ്സും അവർ തന്നെ ഇട്ട് കൊടുക്കുന്നതും ഓക്കെ. പിന്നെ നമ്മൾ അവനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫാൻസിയിലേക്കാണ് വന്നത്. അവിടെ നമുക്ക് ബർത്ത്ഡേ ഡെക്കോർ ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് ടൈം നിന്നു. അസാന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അവിടെ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ബ്രദറിൻ്റെ മോളും ഉണ്ടായിരുന്നു, അന്നു. എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവൾക്കൊരു ഫലൂദയും പിന്നെ മോനൊരു ഐസ്ക്രീം വാങ്ങിച്ചു. എനിക്ക് പിന്നെ മസ്റ്റായിട്ട് കോഫി ആണല്ലോ. നമ്മൾ കോഫി കുടിച്ച്. അപ്പോൾ ആൾ ഐസ്ക്രീം കഴിക്കുന്ന കോലാട്ടത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുകയാണ്. അതാണ് ഇങ്ങനെ ആയത്. ഡ്രസ്സിൽ ഫുൾ ഐസ്ക്രീം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ഇങ്ങനെ. അപ്പം ഞാനും അതങ്ങ് സമ്മതിച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിൽ പോകാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി. നമ്മുടെ റെയിൽവേ പാളം കടന്നിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഓട്ടോ ഇറങ്ങി അങ്ങനെ പാളം കടന്നിട്ട് വേണം പോകാൻ. നല്ല രസമാട്ടോ അവിടെ പാളമൊക്കെ. നമ്മളെ നാട്ടിൻ്റെ അവിടെ വണ്ടീൻ്റെ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ റെയിൽവേ ആണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മളൊരു കോഫി കുടിച്ചു. കടയിലത്തെ കോഫി എന്ന് പറയുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ. അതൊന്നും കുടിച്ചിട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് വലിയൊരു മഗ്ഗിലൊരു കോഫി കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബേബി വന്നിട്ടുണ്ടായിരുന്നു. ബേബിയെ നമുക്കൊന്നും പുറത്ത് പോവാം, പർച്ചേസിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ നെസ്റ്റോളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മയുണ്ടായിരുന്നു, ഐബുണ്ട്, പിന്നെ ഇത്താത്താൻ്റെ മോനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നെസ്റ്റോൾ പോയിട്ടോ. ഞാനാകെ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബി വിളിച്ചുകൊണ്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളങ്ങനെ പോയിട്ടോ. അപ്പോൾ നമ്മൾ താനൂരെത്തിയപ്പോൾ ബേബി മോനായിട്ട് ഒരു സാധനം മേടിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് താനൂരിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇനി ഞാൻ മോൻ്റെ ബർത്ത്ഡേ വീഡിയോ അയച്ചു. ഇത് 3 പാർട്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ, അതിന് മാത്രം വീഡിയോ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് എനിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടിടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നെസ്റ്റോളെത്തി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ടയർഡായിരുന്നു, ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.